അത്ഭുതമേശുവിൻ നാമം ഈ പൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ പൂവിലെങ്ങും ഉയർത്തിടാ. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. നിന്ദിത പാത്രരായി മേവാ നമ്മെ നായകൻ കൈവിടുമോ. നിന്ദിത പാത്രരായി മേവാ നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റു നാം പണിതിടുക, തിരുകരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പണിതിടുക, തിരുകരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തെ ആസ്പദമാക്കി നാം എഴുന്നേറ്റ് പണിയുക എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ് ഇതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പണിയേണ്ട പല വിഷയങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഓരോ മനുഷ്യനും അവരുടേതായുള്ള ചിന്തകളും അതോടൊപ്പം ചില പണികളും എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. എന്നാൽ അത് എപ്രകാരം ആയിരിക്കണം എന്നുള്ള വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു വ്യക്തി ഭവനം പണിയാൻ പദ്ധതിയിടുമ്പോൾ അതിനെക്കുറിച്ച് വളരെ ചിന്തിച്ചും അത് പൂർത്തിയാക്കുവാൻ വേണ്ട സാമ്പത്തിക ഭദ്രതയുണ്ടോ എന്ന് ആദ്യം ആലോചിക്കും. എങ്കിൽ മാത്രമേ അതിൻ്റെ പണി പൂർത്തിയത്തിലേക്ക് എത്തുകയുള്ളൂ. എന്നാൽ അതിലുപരിയായി നമ്മുടെ സ്വന്തം ജീവിതത്തെ എങ്ങനെ പണിതെടുക്കണമെന്ന് ചിന്തിക്കണം. പല ജീവിതങ്ങളും തകർന്നു പോയ ഭവനങ്ങൾ പോലെയാണ്. കുടുംബജീവിതത്തിലെ പരാജയം മൂലം പല വ്യക്തികളും തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ അത് എങ്ങനെ പണിതാൽ അതിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചേരും എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. തകർന്ന ജീവിതങ്ങളെ പണിയാൻ ആവശ്യമായ വിഷയം വിട്ടുവീഴ്ച മനോഭാവം ആണ്. എങ്കിൽ മാത്രമേ തകർന്ന ജീവിതത്തെ പണിതെടുക്കാൻ സാധിക്കൂ. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് വാദിച്ചാൽ പണി നടക്കുകയില്ല. അടുത്തത് സ്നേഹത്താൽ അതിനെ പൂശിയെടുക്കണം. എങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അടുത്ത പടി തകർന്ന ജീവിതത്തെ പണിതെടുക്കുവാൻ ഒരു പഞ്ചവത്സര പദ്ധതി പോലെ ചില വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. എത്ര തകർന്ന കുടുംബമായാലും സ്വർഗസ്ഥ പിതാവെങ്കിൽ വിഷയം ഏൽപ്പിച്ചാൽ കാര്യം ക്ഷണത്തിൽ മാറ്റിത്തരും. ഇവിടെ വ്യക്തികളെ ദൈവം പണിയും എങ്കിൽ അടുത്ത തലമുറകളെ ദൈവം പണിയും. ഇന്നത്തെ തലമുറകൾ ആരാധനകളിൽ പോകാനോ ആത്മീയ വിഷയങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാനോ സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, തകർന്ന വഴിയിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നതെന്ന്. ആരോഗ്യമുള്ളപ്പോൾ ആരാധനാലയങ്ങളിൽ പോയി ദൈവത്തെ ആരാധിപ്പാൻ വിസമ്മതം കാണിച്ചാൽ ഒരു ദിവസം പോകേണ്ടി വരും. അത് നിശ്ചയമായിട്ടും അത് പോകേണ്ടി വരും. ഹൊറിസോണ്ടലായിട്ടായിരിക്കും പോകുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, ഇഫ് യു റിഫ്യൂസ് ടു കം ടു ചർച്ച് വെർട്ടിക്കലി സം ഡേ യു വിൽ കം ഹൊറിസോണ്ടലി. അടുത്ത പണി നടക്കേണ്ടത് കുടുംബങ്ങളിലാണ്. ഇന്ന് അനേക കുടുംബങ്ങൾ തകർച്ച ഉണ്ടാകുന്നതിൻ്റെ കാരണം അന്യോന്യം വിശ്വാസമില്ലായ്മയും സംശയങ്ങളും ഐക്യതാക്കുറവുമാണ്. അതിനെ പണിതെടുക്കണമെങ്കിൽ ശക്തനായ ഒരുവനെ ജീവിതം ഏൽപ്പിക്കണം. അത് മറ്റാരുമല്ല, കുടുംബജീവിതത്തിന് അടിസ്ഥാനമിട്ട സൃഷ്ടാവായ ദൈവത്തെങ്കിൽ കുടുംബത്തെ പൂർണ്ണമായി ഏൽപ്പിക്കണം. എത്ര തകർന്ന കുടുംബങ്ങളെയും പണിതെടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. കേരളക്കരയിൽ കുടുംബ കോടതികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം സത്യദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കാതെ ഇരിക്കുന്നതിനാലാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുമെന്നൊരു ചൊല്ലുണ്ട്. നിങ്ങളുടെ കുടുംബ കോടതികൾക്ക് പരിഹാരം കാണാൻ സാധിക്കാതെ പോയാലും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന കുടുംബങ്ങളെ ദൈവം പണിയും. ഇനി തകർന്ന സഭകളിൽ ഇടർച്ചകൾ വരുത്തിയും
പക്ഷം പിടിച്ചും പല സഭകളും പുലർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്നേഹവും ഐക്യതയും എന്ന ലേബലിലുള്ള മരുന്നുണ്ടെങ്കിൽ മാത്രമേ സഭകളെ പണിതെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. സഭ ദൈവത്തിൻ്റെ ആയിരിക്കുമ്പോൾ അതിനെ തകർക്കുവാൻ ശത്രുവിന് സാധ്യമല്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആകയാൽ സഭയായാലും വ്യക്തികളായാലും കുടുംബമായാലും നിങ്ങളെ പണിതെടുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.